വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ട് അല്ലേ. ഇന്ന് നമ്മൾ കാണുന്ന കൊളീജിയം സിസ്റ്റം, അതായത് ഒരുപാട് കാലങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റും ഇന്ത്യൻ സുപ്രീം കോർട്ടും തമ്മിലുള്ള വഴക്കുകൾക്ക് ശേഷം ഇന്ന് വിജയശ്രീയിൽ ആളിതിനായി നിൽക്കുന്ന ആ കൊളീജിയം സിസ്റ്റം എങ്ങനെയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായത്, എങ്ങനെയാണ് നമ്മൾ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ന്യൂസായി വരാനുള്ളൊരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിൻ്റെ കാലാവധി പൂർത്തിയാവുകയും അതിനെ തുടർന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായിട്ട് എന്ത് ചെയ്തു, സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് എന്നുള്ള ഈ ടോപ്പിക്ക് വീണ്ടും കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സുപ്രീം കോർട്ടിൽ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, എന്താണ് അവരുടെ കോമ്പോസിഷൻ? നമ്മൾ സുപ്രീം കോർട്ടിലെ ജഡ്ജസിൻ്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സുപ്രീം കോർട്ട് നിലവിൽ വരുന്ന സമയത്ത് ഏകദേശം 8ഓളം ജഡ്ജിമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, സുപ്രീം കോർട്ടിലുണ്ടായിരുന്നത്. അതായത് 7 സീനിയർ മോസ്റ്റ് ജഡ്ജസും ഒരു ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ടോട്ടൽ 8 പേര് അടങ്ങുന്നതായിരുന്നു ഏത്, ഇന്ത്യയുടെ സുപ്രീം കോർട്ട് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. പിന്നീട് ഓരോ കാലാനുസൃതമായിട്ട് ഈ ജഡ്ജസിൻ്റെ എണ്ണം ആര് വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇന്ത്യൻ പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. 2019 ഏറ്റവും അവസാനം പാസ്സാക്കിയ സുപ്രീം കോർട്ട് നമ്പർ ഓഫ് ജഡ്ജസ് ബിൽ 2019 പ്രകാരം നിലവിൽ ഒരു ചീഫ് ജസ്റ്റിസും 33 സീനിയർ മോസ്റ്റ് ജഡ്ജസും അഥവാ പ്യൂണി ജഡ്ജസും അടങ്ങുന്ന ടോട്ടൽ 34 പേരാണ് ഇന്ന് ആരുടെ സ്ട്രെങ്തായി മാറുന്നത്, ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൻ്റെ സ്ട്രെങ്തായി മാറുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 124 ക്ലോസ് 3 സുപ്രീം കോർട്ടിലെ ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഏറ്റവും ആദ്യത്തെ ക്വാളിഫിക്കേഷൻ സുപ്രീം കോർട്ടിലെത്തുന്ന ഒരു ജഡ്ജ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏതൊരു ഗവൺമെൻറ് ജോലികൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിനും എത്തുന്ന വ്യക്തി എന്തായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് പറഞ്ഞ പോലെ സുപ്രീം കോർട്ടിലേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിയും, ജഡ്ജായി എത്തുന്ന ഏതൊരു വ്യക്തിയും എന്തായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 5 വർഷത്തെ ഹൈക്കോർട്ടിലെ ജഡ്ജായിട്ടോ അല്ലെങ്കിൽ ഒന്നോ അധികമോ ഹൈക്കോർട്ടിലെ 5 വർഷത്തെ ജഡ്ജായിട്ടോ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 വർഷത്തെ ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും എന്താണ്, ഒരു വ്യക്തിക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും മിനിമം ഏജ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. കൂടാതെ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കണ്ടെന്താണ്, ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജൂറിസ്ഡിക്റ്റ് ആയിരിക്കണമെന്നും ഏതിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓർത്ത് വയ്ക്കുക, സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, തുല്യമാണ് എന്നുള്ളതാണ്. കൂടാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 124 ക്ലോസ് 2 പ്രകാരം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പ്രസിഡൻറ്റ് തന്നെയാണ്. പക്ഷേ ആരോട് കൺസൾട്ട് ചെയ്ത ശേഷമായിരിക്കും പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും സുപ്രീം കോർട്ടിനോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമാണ് സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. കൂടാതെ ഹൈക്കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്തും സുപ്രീം കോർട്ടിൻ്റെ കൺസൾട്ടേഷൻ ആര് ചോദിക്കാറുണ്ട്, ഇന്ത്യൻ പ്രസിഡൻറ്റ് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇനി ഇങ്ങനെ വരുന്ന ജഡ്ജിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന, ഓത്ത് ആൻഡ് അഫർമേഷൻ ചൊല്ലിക്കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പ്രസിഡൻറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓത്ത് ആൻഡ് അഫർമേഷൻ ചൊല്ലിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഒന്നെങ്കിൽ പ്രസിഡൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അതിനു വേണ്ടി അപ്പോയിൻറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കണം എന്നും ഏതിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. ഇനി കാലാവധി എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സുപ്രീം കോർട്ടിലെ ജഡ്ജസിൻ്റെ കാലാവധി എന്ന് വിളിക്കുന്നത് 65 വയസ്സ് വരെയാണ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമം ഏജ് ക്വാളിഫിക്കേഷൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ മാക്സിമം കാലാവധി എന്ന് വിളിക്കുന്ന എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 65 വയസ്സ് വരെയാണ്. അതേസമയം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കാലാവധി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഏത് എന്ന് വിളിക്കുന്നത്,
ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ എന്താണ് കാലാവധി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ 65 വയസ്സിന് മുമ്പ് ഇദ്ദേഹത്തിന് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ജഡ്ജിന് എന്താണ് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാം, റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാമെന്നും ഏതിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ കാലാവധി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 65 വയസ്സ് വരെയാണ്. എന്നാൽ ചീഫ് ജസ്റ്റിസായി കയറുന്ന ഒരാളുടെ കാലാവധി ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഇനി ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കായിരിക്കും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, റെസിഗ്നേഷൻ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജസിൻ്റെ സാലറി, അലവൻസ്, പ്രിവിലേജസ്, ലീവ് തുടങ്ങിയവ തീരുമാനിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. കൂടാതെ ഈ സാലറീസ്, പെൻഷൻ, അലവൻസ് തുടങ്ങിയവ കൊടുക്കുന്നത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമായിരിക്കും. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 266 ക്ലോസ് 1 ഇതിനെക്കുറിച്ച് പറയുന്നത്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഫണ്ടാണ് ഏത് എന്ന് വിളിക്കുന്നത്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ജഡ്ജസിൻ്റെ സാലറീസ്, പെൻഷൻ, അലവൻസ് തുടങ്ങിയവ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി ഇവരെ റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജസിന് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ ആയിരിക്കും ആരെ റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക, സുപ്രീം കോടതിയിലെ ജഡ്ജസിനെ എന്താണ് റിമൂവ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ശ്രദ്ധിക്കണം, ഒരു സ്പെഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാലും അതിന് വേണ്ട നിയമ നടപടിക്രമങ്ങൾ ആരെടുത്തിരിക്കണം, ഇന്ത്യൻ പാർലമെൻറ്റ് എടുത്തിരിക്കണം. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി പാസ്സാക്കുന്ന റെസൊല്യൂഷനിലൂടെയാണ് എന്ത് ചെയ്യുക, ഇവരെ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എ മെജോറിറ്റി ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദാറ്റ് ഹൗസ് ആൻഡ് എ മെജോറിറ്റി നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അതായത് ലോകസഭയിലും കൂടാതെ രാജ്യസഭയിലും 2/3 മെമ്പേഴ്സ് എന്ത് ചെയ്യണം, അനുവദിക്കണം. ഏതിൻ്റെ, പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ലോകസഭയിൽ 543 അംഗങ്ങളാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ആ 543 പേരിൽ ഒരു 23 പേര് ആബ്സെൻ്റ് ആണെന്ന് വയ്ക്കുക, ബാക്കി എത്ര പേരുണ്ട്, 520 പേരുണ്ട്. ഇനി 520 പേരിൽ 500 പേര് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് വയ്ക്കുക. ഈ 500ൻ്റെ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 333 പ്ലസ് ആളുകൾ സമ്മതിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇവരെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെവിടെ അംഗീകരിക്കണം, ലോകസഭയിലും അംഗീകരിക്കണം, അതുപോലെ തന്നെ എന്താണ് രാജ്യസഭയിലും അംഗീകരിക്കണം എന്നുള്ള കാര്യം എന്താണ്, കമ്പൽസറി ആണ് എന്നുള്ളതാണ്. ഇനി 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ആരെ റിമൂവ് ചെയ്യുക, സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ എന്താണ് റിമൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതിലൊന്ന് എന്ന് വിളിക്കുന്നത് എന്താണ്, മിസ്ബിഹേവിയറും, കൂടാതെ 2 എന്ന് വിളിക്കുന്നത് എന്താണ്, ഇൻകപ്പാസിറ്റിയുമാണ്. ഓക്കെ, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുക, സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ റിമൂവ് ചെയ്യുക. ഏതൊക്കെയാണ്, ഒന്ന് മിസ്ബിഹേവിയർ, അതുകൂടാതെ എന്താണ് ഇൻകപ്പാസിറ്റി. ക്ലിയർ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട്സിൽ വേണമെങ്കിൽ ആരെ റിമൂവ് ചെയ്യാൻ സാധിക്കും, സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് കൊളീജിയം സിസ്റ്റം എന്നുള്ളതാണ്. ഇന്ത്യയുടെ സുപ്രീം കോർട്ടിലേക്ക് ജഡ്ജസിനെ ഇന്ന് അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കൊളീജിയം സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് സുപ്രീം കോർട്ടിലേക്ക് വേണ്ട ആളുകളെ ആര് തന്നെ അപ്പോയിൻറ്റ് ചെയ്യും, സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെ എന്ത് ചെയ്യും, അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് വിളിക്കുന്ന DY ചന്ദ്രചൂഡ്, ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡായിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്ന 51ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ട് ഇന്ത്യയിൽ സ്ഥാനമേറ്റ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. പക്ഷേ ഈ സഞ്ജീവ് ഖന്നയെ നോമിനേറ്റ് ചെയ്തത് നമ്മുടെ പഴയ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡും അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും ചേർന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് കൊളീജിയം സിസ്റ്റം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ കൊളീജിയം സിസ്റ്റം എന്നുള്ളൊരു ടേം ഒരിക്കലും നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റും ഇന്ത്യൻ സുപ്രീം കോർട്ടും നടന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ
പിന്നീട് നടന്ന കേസുകളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട സിസ്റ്റമാണ് ഇന്ന് ഈ വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന കൊളീജിയം സിസ്റ്റം. അതായത് ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1950 മുതൽ 1973 വരെയും ഈ ജഡ്ജസിനെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്തിരുന്ന പ്രൈം മിനിസ്റ്ററും പ്രസിഡൻ്റൊക്കെ ചേർന്നായിരുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ സുപ്രീം കോർട്ടിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജ് അദ്ദേഹത്തെ എന്ത് ചെയ്യും, ചീഫ് ജസ്റ്റിസ് ആയിട്ട് എന്ത് ചെയ്യും, പ്രൈം മിനിസ്റ്റർ ആർക്ക് നോമിനേറ്റ് ചെയ്യും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യും, നോമിനേറ്റ് ചെയ്യും. പ്രസിഡന്റ് ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യും. ഇതായിരുന്നു മെത്തേഡ് എന്ന് വിളിക്കുന്നത്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെവിടെയും ഒരു ജഡ്ജിനെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 1973 ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി 3 സീനിയർ മോസ്റ്റ് ജഡ്ജസിനെ മറികടന്നുകൊണ്ട് AN റോയ് എന്നായി മാറുന്നുണ്ട്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി മാറുന്നുണ്ട്. പിന്നീട് 1977 ഒരു എമർജൻസിക്ക് ശേഷം MU ബെഗും ഇത്തരത്തിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി മാറുന്നു. ഇത് ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെൻറ്റും ഇന്ത്യയുടെ സുപ്രീം കോർട്ടും തമ്മിലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വഴിതെളിയിക്കുന്നുണ്ട്. അതാണ് പിന്നീട് ഫസ്റ്റ് ജഡ്ജസ് കേസ്, സെക്കൻഡ് ജഡ്ജസ് കേസ്, തേർഡ് ജഡ്ജസ് കേസ് ആൻഡ് ഫോർത്ത് ജഡ്ജസ് കേസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഇതിൽ ഫസ്റ്റ് ജഡ്ജസ് കേസ് നടക്കുന്ന 1981-82 കാലഘട്ടങ്ങളിലാണ്. ഈ കേസ് SP ഗുപ്ത കേസ് ഓർ ഫസ്റ്റ് ജഡ്ജസ് കേസ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് സുപ്രീം കോർട്ട് പറയുന്നത് അടുത്ത 12 വർഷത്തേക്ക് സുപ്രീം കോർട്ടിലേക്ക് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ചുമതല എക്സിക്യൂട്ടീവിന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർക്കും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിൽ സുപ്രീം കോർട്ട് ഒരു കാര്യം കൂടിയും പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കൺസൾട്ടേഷൻ ഡസ് നോട്ട് മീൻ കൺകറൻസ്. അതായത് ഈ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻ്റൊക്കെ സുപ്രീം കോർട്ടിനോട് ചോദിക്കുന്ന കൺസൾട്ടേഷൻ ആണെന്നും അത് കൺകറൻസ് അല്ല. അതായത് സുപ്രീം കോർട്ട് പറയുന്നത് അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോർട്ടിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് ആര് തന്നെ നടത്തണം, എക്സിക്യൂട്ടീവ് തന്നെ നടത്തണം എന്നുള്ളതായിരുന്നു ഏതിൻ്റെ വിധി, ഫസ്റ്റ് ജഡ്ജസ് കേസിൻ്റെ വിധി. ഇതിന് ശേഷമാണ് പിന്നീട് സെക്കൻഡ് ജഡ്ജസ് കേസ് വരുന്നത്. 1993 സെക്കൻഡ് ജഡ്ജസ് കേസ് ഇന്ത്യയുടെ ഭാഗമാവുന്നത്. അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷനാണ് ഈ കേസ് സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. അന്ന് സുപ്രീം കോർട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നാണ് സുപ്രീം കോർട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊളീജിയം സിസ്റ്റത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. അന്ന് അവർ പറയുന്നുണ്ട് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് കൺകറൻസ് തന്നെയാണ്. അതായത് സുപ്രീം കോർട്ട് പറയുന്ന പേരുകൾ ആരനുസരിച്ചേ പറ്റൂ, പ്രസിഡന്റ് അനുസരിച്ചേ പറ്റൂ. അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കൊളീജിയം സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അന്ന് തുടക്കം കുറിക്കുമ്പോൾ ഒരു ചീഫ് ജസ്റ്റിസും 2 സീനിയർ മോസ്റ്റ് ജഡ്ജസും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ആളുകളുടെ അപ്പോയിൻമെൻറ്റ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിനുശേഷം വീണ്ടും 98 തേർഡ് ജഡ്ജസ് കേസ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ തേർഡ് ജഡ്ജസ് കേസിൽ അതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു. അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസും 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും ടോട്ടൽ 5 പേരായിരിക്കും എന്ത് ചെയ്യുക, അപ്പോയിൻ്റ് ചെയ്യേണ്ട ആളുകളെ നിർദ്ദേശിക്കുക എന്നുള്ളതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 143 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിന് റെഫറൻസ് മാത്രമേ തേടാൻ പറ്റൂ. അതായത് ഇവർ പറയുന്നത് അനുസരിക്കാൻ ആര് ബാധ്യസ്ഥനാണ്, പ്രസിഡന്റ് ബാധ്യസ്ഥനാണ് എന്നും കൂടി ഏതിൽ പറയുന്നുണ്ട്, തേർഡ് ജഡ്ജസ് കേസിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും അവസാനം നടന്നതാണ് ഏത്, ഫോർത്ത് ജഡ്ജസ് കേസ്. 2015 ഈ ഫോർത്ത് ജഡ്ജസ് കേസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അന്ന് ഈ 2014 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് കൊളീജിയം സിസ്റ്റം വേണമെന്നും പകരം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ 99ാം ഭേദഗതി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷനാണെന്നും ബേസിക് സ്ട്രക്ചറിൻ്റെ വയലേഷനാണ് എന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോർട്ട് എൻജാക്കിനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എഴുതി തള്ളുകയും പകരം ഈ കൊളീജിയം സിസ്റ്റം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നതായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി, അതായത് എക്സിക്യൂട്ടീവ്സ് ഒരിക്കലും ജുഡീഷ്യറിൻ്റെ ഭാഗമാകാൻ പാടില്ലെന്നും അങ്ങനെ ഭാഗമായി കഴിഞ്ഞാൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി മാറുമെന്നും ഏത് കേസിൽ പറയുന്നുണ്ട്, ഈ കേസിൽ പറയുന്നുണ്ട്. അതോടുകൂടി വീണ്ടും കൊളീജിയം സിസ്റ്റം തന്നെ ഇന്ത്യയിൽ വീണ്ടും റീകണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്ന് ആളുകളെ സുപ്രീം കോർട്ടിലേക്ക് അല്ലെങ്കിൽ ഹൈക്കോർട്ടിലേക്കൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്, ഇന്ന് നമ്മൾ കാണുന്ന കൊളീജിയം സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യാനുള്ള നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.